ചരിത്രവും വർത്തമാനവും എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഫദലുൽ ഹഖ് ഉമരി നമ്മോട് സംസാരിക്കുന്നതാണ്. ഇതിന് ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. من يطع الرسول فقد أطاع الله ومن تولى فما أرسلناك عليهم حفيظا. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നല്ലവരായ സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സുഹൃത്ത് താജുദ്ദീൻ സ്വലാഹി അവസാനിപ്പിച്ചിടത്ത് നിന്ന് ഇൻഷാ അല്ലാഹ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസ രംഗത്തും കർമ്മരംഗങ്ങളിലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഹദീസുകളോട് നമ്മൾ മാതൃകയാക്കേണ്ടുന്ന നമ്മുടെ മുൻഗാമികളായ സലഫു സ്വാലിഹുകൾ എങ്ങനെയാണ് അവർ സമീപിച്ചത് എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ഇവിടെ മനസ്സിലാക്കി. എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാതെ, ന്യായീകരിക്കാതെ, ദുർവ്യാഖ്യാനങ്ങളില്ലാതെ, നിഷേധങ്ങളില്ലാതെ, ബുദ്ധിക്ക് യോജിക്കുന്നതാണോ യുക്തിക്ക് യോജിക്കുന്നതാണോ എന്നൊന്നും പരിശോധിക്കാതെ സമിഅന വ അത്വഅന, കേട്ടു ഞങ്ങൾ അനുസരിച്ചു എന്നുള്ള ഒരു സമീപനത്തോടു കൂടി മുന്നോട്ട് പോയി സ്വഹാബികൾ എങ്കിൽ ആ സ്വഹാബികളുടെ മാർഗത്തിൽ നിന്ന് വ്യതിചരിച്ച ഒരു കാലഘട്ടം പിന്നീടുണ്ടായി. അവർക്കാണ് നമ്മൾ സാധാരണ ഖവാരിജുകൾ എന്ന് പറയുന്നത്. ഇസ്ലാമികമായി ഖുർആനിലൂടെയും ഹദീസിലൂടെയും സ്ഥിരപ്പെട്ടിട്ടുള്ള ഒട്ടനവധി അഖീദയുമായി വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിഷേധിച്ച ആളുകളാണ് ഖവാരിജുകൾ. ഇവിടെ എൻ്റെ പ്രഭാഷണത്തിൽ ചിലപ്പോൾ ചില വ്യക്തികളുടെ പേരുകൾ ഞാൻ പരാമർശിച്ചു എന്ന് വരാം. അത് ആരെയും ആക്ഷേപിക്കുവാനോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ താറടിച്ച് മോശമാക്കി കാണിക്കാനോ അല്ല. നേരെ മറിച്ച് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരന്മാർ ഈ വിഷയത്തിൻ്റെ ഗൗരവം എത്രത്തോളമാണ് എന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഏതെങ്കിലും ആളുകളുടെ കൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തെ ഞാനൊരു നേതാവായി അംഗീകരിക്കുമ്പോൾ ആരെയാണ് ഞാൻ എൻ്റെ നേതാവാക്കി വെച്ചിട്ടുള്ളത് എന്ന് സ്വയം ഒന്ന് വിലയിരുത്താൻ വേണ്ടി മാത്രം ആ വിഷയങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടി ചില ആളുകളുടെ പേരുകൾ ഞാൻ പറഞ്ഞു എന്ന് വരാം. ഖവാരിജുകൾ അവർ രംഗത്തു വന്നു. എന്തായിരുന്നു അവരുടെ വാദങ്ങൾ? ഖബറിലുള്ള ശിക്ഷ അത് ഇല്ല, പരലോകത്ത് ശഫാഅത്ത് എന്ന് പറയുന്ന ഒന്ന് ഇല്ല, അതേപോലെ തന്നെ നരകത്തിന് മുകളിലൂടെ സംവിധാനിച്ചു വെച്ചു എന്ന് പറയുന്ന സിറാത്ത് അങ്ങനെ ഒന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ കർമ്മങ്ങൾ തൂക്കിക്കണക്കാക്കും എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്ന ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീസുകൾ ഉൾക്കൊള്ളുന്ന മീസാൻ അങ്ങനെ ഒന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഗൈബിയായി നമ്മൾ വിശ്വസിക്കേണ്ടുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതിനെയെല്ലാം ഒരു കാലഘട്ടത്തിൽ ഖവാരിജുകൾ നിഷേധിക്കുകയുണ്ടായി, തള്ളിക്കളയുകയുണ്ടായി. എന്തായിരുന്നു അതിൻ്റെ കാരണം? ആ കാരണമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ആ കാരണം മനസ്സിലാക്കുമ്പോഴാണ് ഇന്നത്തെ രോഗം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പല കാരണങ്ങൾ അതിനുണ്ടായിരുന്നു. ആ എല്ലാ മേഖലയിലേക്കും ഞാൻ പ്രവേശിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നേരത്തെ ഇവിടെ പറഞ്ഞതാണ്. അതായത് അന്നൽ ഖവാരിജ യറൗന ഖുദ്റത്തൽ അഖ്ലി അലാ ഇദ്റാക്കിൽ മഅരിഫ. ദീനീ വിഷയങ്ങൾ മനസ്സിലാക്കുവാൻ, ദീനീ വിഷയങ്ങൾ ഉൾക്കൊള്ളുവാൻ മനുഷ്യന്റെ ബുദ്ധിക്ക് മുൻഗണന നമ്മൾ നൽകേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വിഷയം ആയത്തിൽ വന്നാൽ, ഒരു വിഷയം ഹദീസിൽ വന്നാൽ
അവിടെ ആ വിഷയം ആയത്തും ഹദീസുമായി നമ്മുടെ ബുദ്ധിയെ യോജിപ്പിച്ചു നോക്കി ബുദ്ധിക്ക് അംഗീകരിക്കുവാൻ സാധിക്കുമെങ്കിൽ വിശ്വസിക്കണം, അല്ലെങ്കിൽ തള്ളിക്കളയണം എന്നൊരു സമീപനം ഖവാരിജികൾക്കുണ്ടായിരുന്നു. അവസാനിച്ചില്ല. ഖദ്ദമുൽ ആഖില ഫീ കതീരിൻ മിനൽ ഖളായ മുദ്ദഈന അന്നഹു യസ്തതീഉ അൻ യസ്ല ഇലാ മഅരിഫത്തിൽ അശ്യാഇൽ ഹസന വൽ അശ്യാഇൽ ഖബീഹ ബിനഫ്സിഹി വഅന്നൽ അദ്ല മാ യഖ്തദീഹിൽ അഖ്ലു വഹാദാ ഹുവ മദ്ഹബുൽ മുഅ്തസില. എന്താ പറയുന്നത്? ഒരുപാട് വിഷയങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങളും മറ്റുമെല്ലാം, അതിന്റെ നന്മയേത്, ശരിയേത്, തെറ്റേത്, വിശ്വസിക്കാൻ പറ്റാവുന്നതേത്, അല്ലാത്തതേത് എന്ന് തീരുമാനിക്കേണ്ടത് അഖൽ, ബുദ്ധി കൊണ്ടാണ്. ആയത്തിൽ പരാമർശമുണ്ടോ? അതിവിടെ വിഷയമല്ല. ഹദീസിൽ പരാമർശമുണ്ടോ? അതിവിടെ വിഷയമല്ല. മറിച്ച് ഖദ്ദമുൽ അഖ്ല, അവർ ബുദ്ധിക്ക് പ്രാമുഖ്യം നൽകി നല്ലതും ചീത്തതും തീരുമാനിക്കാൻ. ഇത് മുഅ്തസിലത്തിന്റെ സമീപന രീതിയായിരുന്നു. ഈ സമീപനം തന്നെയാണ് പല വിശ്വാസ വിഷയങ്ങളിലും ഖവാരിജികളും സ്വീകരിച്ചത്. അതുകൊണ്ടാണ് സഹോദരന്മാരെ ഇമാം ബുഖാരിയുടെ ഹദീസുകൾക്കെതിരെ വിമർശനങ്ങൾ ചരിത്രങ്ങളിലൂടെ വന്നത്, ഇമാം മുസ്ലിമിന്റെ ഹദീസുകൾക്കെതിരെ വിമർശനങ്ങൾ വന്നത്. കാരണം എന്താ? അത്തരം വിഷയങ്ങളുടെ അടിസ്ഥാനത്തെ സംബന്ധിച്ചോ അതിന്റെ തത്വങ്ങളെ സംബന്ധിച്ചോ കൃത്യമായി മനസ്സിലാക്കുവാനും പഠിക്കാനും ശ്രമിക്കാത്ത ആളുകൾ വിമർശനത്തിന് വേണ്ടി മാത്രം ഇറങ്ങിത്തിരിച്ചു. അവർ പറഞ്ഞു അത് ബുദ്ധിക്കെതിരാണ്, ഈ വിഷയം അത് ഹദീസ് ഖുർആനിനെതിരാണ്, ഈ വിഷയം അത് വേറെ ഒരു കാരണമാണ് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഹദീസുകൾ നിഷേധിക്കുന്ന പ്രവണത പണ്ട് മുതലേ കണ്ടു തുടങ്ങി. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലെയുള്ള, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനായ അബ്ദുല്ലാഹി ബിൻ അഹ്മദ് ബിൻ ഹംബലിനെ പോലെയുള്ള, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയെ പോലെയുള്ള, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പ്രഗൽഭരായ അന്നത്തെ പണ്ഡിതന്മാർ ഈ രൂപത്തിലുള്ള അഖ്ലാനി ചിന്താഗതികൾക്കെതിരെ ശക്തമായ നിലയ്ക്ക് രംഗത്തിറങ്ങി. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പഠിപ്പിക്കുകയാണ്, അഖലുമായി ബന്ധപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ അഖലിനെതിരാണ്, ബുദ്ധിക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടുവരുന്ന ചില വിമർശനങ്ങളുണ്ടല്ലോ, അതിന്റെ വസ്തുത എന്ത് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ പറയുകയാണ്, അന്നൽ അഖ്ല സ്വരീഹ ലാ യുംകിനു അൻ യുആരിദ മഅൻ നഖ്ലി സ്വഹീഹ്. സ്വഹീഹായ പ്രമാണത്തിലൂടെ വന്ന ഒരു വിഷയത്തിന് ഒരിക്കലും വ്യക്തമായ ബുദ്ധി എതിരാവുകയില്ല. വലാ യുംകിനു ബിഹാലിൻ അൻ യുആരിദൽ അഖ്ലു സ്വരീഹു മഅൻ നഖ്ലി സ്വഹീഹ്. ഒരു നിലക്കും സ്വഹീഹായ പ്രമാണത്തിനോട്, സ്വഹീഹായ ഹദീസിനോട് മനുഷ്യന്റെ വ്യക്തമായ ബുദ്ധി ഒരിക്കലും എതിരാവുകയില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒരു വ്യക്തിക്ക് എന്തെങ്കിലും അത് മനസ്സിലായില്ല എങ്കിൽ അത് പ്രമാണത്തിന്റെ തകരാറല്ല, അത് ഇസ്ലാമിന്റെ തകരാറല്ല, അത് പഠിപ്പിച്ച അള്ളാഹുവിന്റെ തകരാറല്ല, അത് കൊണ്ടുവന്ന പ്രവാചകന്റെ തകരാറല്ല, മറിച്ച് അത് മനസ്സിലാക്കുന്നിടത്ത് വന്ന ആ മനുഷ്യന്റെ ബുദ്ധിക്കുറവിന്റെ പ്രശ്നമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് എന്തിനാ അവർ അന്ന് പറയാനുള്ള കാരണം എന്താ? അഖീദയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളെയും ബുദ്ധിയുടെ പേരിൽ തള്ളിക്കളയുന്ന പ്രവണത ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. വേറെ ചില ആളുകൾ പറഞ്ഞു, ചില വിഷയങ്ങൾ ബുഖാരിയിലെ പരിശോധിച്ച്, ഇമാം മുസ്ലിമിന്റെ ഹദീസുകൾ പരിശോധിച്ചുകൊണ്ട് ചില ആളുകൾ അന്ന് പറയണ്ടായി, ഇതൊക്കെ ഖുർആനിനെതിരാണ്, ഈ ഹദീസ് ഖുർആനിനെതിരാണ്. ഈ ഒരു ശബ്ദം നമ്മൾ പലപ്പോഴും ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഖുർആനിനെതിരാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരർത്ഥം എന്താ? ഒന്നുകിൽ അവൻ ആ ഖുർആനിന്റെ ആശയം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിലോ ഈ ഹദീസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവൻ പഠിക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്തിട്ടില്ല. ഇതൊന്നും അറിയാതെയാണ് പലപ്പോഴും ആളുകൾ അത് ഖുർആനിനെതിരാണ്, അല്ലെങ്കിൽ അത് ബുദ്ധിക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹദീസുകളെ നിഷേധിക്കാൻ വരാറുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, നഹ്നു നഖൂലു ഖൗലൻ കുല്ലിയ. നമുക്ക് പൊതുവായി ഒരു പൊതു തത്വം പറയാനുണ്ട്. എന്താണ് ആ തത്വം? നഹ്നു ശഹിദുല്ലാഹ വ മലായികതഹു. അല്ലാഹുവിനെയും മലക്കുകളെയും സാക്ഷികളാക്കി നമ്മൾ പറയുന്നു, അൻ ലൈസ ഫീ ഹദീസി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ യുഖാലിഫുൽ ഖുർആന വലാ മാ യുഖാലിഫുൽ അഖ്ല. മനുഷ്യന്റെ ബുദ്ധിക്ക് എതിരായ ഒന്നും ഹദീസുകളിലില്ല, സ്വഹീഹായ ഹദീസുകളിലില്ല, വിശുദ്ധ ഖുർആന്റെ വചനങ്ങളിലില്ല. ഇബ്നുൽ ഖയ്യിമാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാ, ബൽ കലാമുഹു ബയാനുൽ ലിൽ ഖുർആനി വതഫ്സീറുൻ ലഹു വതഫ്സീലു ലിമാ അഹ്മലഹു വകുല്ലു ഹദീസിൻ മൻ റബ്ദഹു ബിസഅമിഹി അന്നഹു യുഖാലിഫുൽ ഖുർആന ഫഹുവ മുതാബിഖുൻ ലിൽ ഖുർആൻ. ഏതെല്ലാം ആളുകൾ, ഏതെല്ലാം വിഷയങ്ങൾ ഖുർആനിനെതിരാണെന്ന് പറഞ്ഞ് തള്ളിയിട്ടുണ്ടോ അതെല്ലാം ഖുർആനിന് യോജിക്കുന്നവ തന്നെയാണ്, അവനതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല.
ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അസ്സവാഇഖുൽ മുർസല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 2-ാം വാല്യം 529-ാമത്തെ പേജിൽ പറയുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല വിഷയങ്ങളെയും തള്ളിക്കളഞ്ഞ ആളുകൾ ഖവാരിജുകളാണ്. അതുകൊണ്ടാണ് അവർ പിഴച്ചത്. നമ്മളെല്ലാവരും അംഗീകരിക്കുമല്ലോ, നമ്മളെല്ലാവരും അംഗീകരിക്കുമല്ലോ ഖവാരിജുകൾ പിഴച്ചവരാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവരാണ്. അതേ നയം തന്നെയായിരുന്നു മുഅ്തസിലികൾക്കും ഉണ്ടായിരുന്നത്. ചില വിഷയങ്ങളിൽ മാത്രം ഒരു അഭിപ്രായ വ്യത്യാസം അവർക്കിടയിൽ ഉണ്ടായിരുന്നു, അത് വേറെ ചില വിഷയങ്ങളാണ്. പരലോകത്തേക്ക് എത്തുമ്പോൾ ഈമാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചില വിഷയങ്ങളിലൊക്കെ വീക്ഷണ വ്യത്യാസങ്ങൾ അവർക്കിടയിലുണ്ട്. പൊതുവായി പറഞ്ഞാലോ ഹദീസുകളെ ഇത്തരം കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്നവർ ആയിരുന്നു അവർ. എന്നാൽ സഹോദരന്മാരെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കുക, സാധാരണ നമ്മൾ അങ്ങാടികളിലൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ പൊതുസമൂഹത്തോട് പറയാറുണ്ട്, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ബിദ്അത്തുകൾ ഉണ്ടാക്കിയാൽ അതിന് പേരിൽ ശിക്ഷയുണ്ടാകുമെന്ന് പറയാൻ വേണ്ടി നമ്മളൊക്കെ ഓതാറുള്ള ആയത്തുണ്ട്. ആ ആയത്തുകളൊക്കെ നമുക്കും ബാധകമാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പഠിപ്പിച്ചൊരു വിഷയം, ആ വിഷയത്തെ അവഗണിച്ച് മാറ്റിവെച്ച് പരിഹസിച്ച് പുച്ഛിച്ച് ചവിട്ടിത്താഴ്ത്തിക്കൊണ്ട്, കാരണം ചില ആളുകൾ അതിനൊരു ഫാഷനായി കാണുകയാണ്. ഞാൻ ആ ഹദീസിന്റെ ആളല്ല, ഞാൻ ആ ഹദീസൊന്നും സ്വീകരിക്കുന്ന ആളല്ല, അതൊക്കെ കാലം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിലക്ക് ഹദീസുകൾക്കെതിരെ സംസാരിക്കുന്നത് ഒരു ഫാഷനായി മാറിയിട്ടുള്ള ഒരു ട്രെൻഡ്, ഒരു അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ സമൂഹമുള്ളത്. അല്ലാഹു തആല പറയാൻ, യൗമ തുഖല്ലബു വജൂഹുഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന الرسൂല وقالوا أطعنا سادتنا وكبراءنا فأضلونا السبيلا ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا. ഹദീസിൽ വന്ന ചില വിഷയങ്ങളൊക്കെ മാറ്റി പരിഹസിച്ച് അവഗണിച്ച് പറ്റേ മോശമായി സംസാരിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അവർ പറയും, അന്ന് ഞാൻ അള്ളാഹുവിനെ അനുസരിച്ചിരുന്നെങ്കിൽ, അന്ന് ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകൾ ഏതാണെങ്കിലും ശരി, സ്വഹീഹായ നിലക്ക് നമുക്ക് സ്ഥിരപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് അനുസരിച്ചെങ്കിൽ മാത്രമേ അള്ളാഹുവോടുള്ള അനുസരണം പൂർത്തിയാവുകയുള്ളൂ. സൂറത്തു നിസായിലെ 80-ാമത്തെ വചനം, മയ്യുതിഇർ റസൂല ഫഖദ് അത്വാ അല്ലാഹ് വമൻ തവല്ലാ ഫമാ അർസൽനാക അലൈഹിം ഹഫീളാ. വല്ലവനും അല്ലാഹുവിന്റെ പ്രവാചകനെ അനുസരിച്ചാൽ ഫഖദ് അത്വാ അല്ലാഹ്, അപ്പോൾ അവൻ അല്ലാഹുവിനെ അനുസരിച്ചു. അല്ലാഹനെ അനുസരിച്ചു എന്ന് പറയണമെങ്കിൽ ഖുർആനിലുള്ളത് വിശ്വസിച്ചു എന്ന് ഒരുത്തന് അംഗീകരിക്കാൻ അവന് പറയാൻ സാധിക്കണമെങ്കിൽ ഞാൻ എൻ്റെ പ്രവാചകനെയും അനുസരിച്ചു എന്ന് പറയണം, ആ പ്രവാചകൻ കൊണ്ടുവന്നതിനെയും വിശ്വസിച്ചു എന്ന് പറയണം. എന്നാൽ അല്ലാഹ് പറയാ, അങ്ങനെ വല്ലവനും ചെയ്യാതെ പിന്തിരിയുന്ന പക്ഷം വമൻ തവല്ലാ ഫമാ അർസൽനാക അലൈഹിം ഹഫീളാ, അവരുടെ കാവൽക്കാരനായിക്കൊണ്ട് പ്രവാചകരെ നിങ്ങൾ നാം ഏൽപ്പിച്ചിട്ടില്ല. അപ്പൊ ഈ ഒരു ബാധ്യത നമ്മിൽ ഉള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ ഗൗരവപൂർവം എന്റെ സഹോദരന്മാരെ ഉണർത്തുകയാണ്. അതായത് നാം പറഞ്ഞല്ലോ, ബുദ്ധിക്കെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് ഹദീസുകളെ മാറ്റിവെക്കുന്ന അല്ലെങ്കിൽ എതിർക്കുന്ന ഒരു സമീപനം പണ്ട് കാലത്തുണ്ടായിട്ടുണ്ട് എങ്കിൽ അതേ സമീപനം ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളക്കരയിലേക്കും കടന്നു വന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ടായിരുന്നു നമ്മുടെ ചേകന്നൂർ മൗലവി, നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു പേരാണ്. അദ്ദേഹം ഹദീസുകളെ വ്യക്തമായി നിഷേധിക്കുകയും വ്യക്തമായി ആക്ഷേപിക്കുകയും പച്ചയായി എതിർക്കുകയും ചെയ്തു. എത്രത്തോളം എന്ന് വെച്ചാൽ അവർ എഴുതിയ ഒരു പുസ്തകത്തിൽ ഇപ്രകാരം കാണാം, കേട്ടോളൂ. ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ടോ മതവിധികൾ വിവരിച്ചുകൊണ്ടോ ഉള്ള ഒറ്റ ഹദീസും നബി എഴുതുകയോ സ്വഹാബികൾ എഴുതി വെക്കുകയോ ചെയ്തിട്ടുണ്ടെന്നതിന് യാതൊരു തെളിവും ഒറ്റ അഹ്ലുൽ ഹദീസുകാരനും കൊണ്ടുവരാൻ സാധ്യമല്ല. ചേകനൂർ വിഭാഗത്തിന്റെ വെല്ലുവിളിയാണിത്. ഇത്ര കൂടി എഴുതി, ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ വിരചിതമായ ഹദീസ് പുരാണങ്ങളൊന്നും ഇസ്ലാമിൽ പ്രമാണമല്ല. ഖുർആൻ ദർശനം 2002 ഡിസംബർ പേജ് 18. ഇങ്ങനെ ഹദീസിനെ പച്ചയായി എതിർത്തു അവര്, നിഷേധിച്ചു അവര്. നമസ്കാരം പോലും ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. തുടക്കത്തിൽ 5 നേരം നമസ്കാരം ഉണ്ടായിരുന്നു, പിന്നെ അത് 3ആയിട്ട് ചുരുങ്ങി. പിന്നെ എന്ത് പറഞ്ഞു? അത് ഒരു സ്മരണ, ദിക്ർ, അഖിമിസ് സ്വലാത്ത ലിദിക്രി എന്നല്ലേ, ആ ദിക്ർ ഉണ്ടായാൽ മതി, അപ്പൊ നമസ്കാരം ആയി എന്നാണ്. അങ്ങനത്തെ പച്ചയായ നിഷേധത്തിലേക്ക് എത്തിയിട്ട് അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ആ വ്യക്തിയെ, അതായത് ഹദീസിനെ പച്ചയായി നിഷേധിക്കുന്ന ചേകനൂരിനെ ഒരു വിഭാഗം നമ്മുടെ കൂട്ടത്തിനൊരു കൂട്ടം ആളുകൾ, അദ്ദേഹം നല്ല മനുഷ്യനാണ്,
അദ്ദേഹം നല്ല നവോത്ഥാന നായകനാണ്, ഹദീസിലൊക്കെ ചില ഒറ്റപ്പെട്ട പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്നൊരാൾ പറഞ്ഞിട്ട് ആ ചേകനൂരിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞാലോ? അദ്ദേഹം ചെയ്ത ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ പറയാം, അതിവിടെ പറഞ്ഞു പൊലിപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ല. പക്ഷെ ആ ഒരു വ്യക്തിയെ ഒരു മഹാനായി ചിത്രീകരിക്കേണ്ട ആവശ്യം എന്താണ്? എന്നോ മാത്രമല്ല, ആ ചേകനൂരിനെതിരെ വന്ന വിമർശനങ്ങളെ പോലും വിഷമത്തോടു കൂടിയാണ് ചില ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മർക്കസു ദഅവാ വിഭാഗം, ഞാൻ മടവൂരി എന്ന് പറയുമ്പോൾ ഞാൻ വാക്കിലും ആർക്കും പ്രയാസം വേണ്ടാന്ന് കരുതിയിട്ടാ, തിരിച്ചറിയാൻ വേണ്ട ഒരു പേരെന്തായാലും ആണല്ലോ. KNM മർക്കസു ദഅവാ എന്ന് പറയാറുള്ള ആ ആളുകളിൽ ചില ആളുകൾ ഈ ചേകനൂരിനെ സംബന്ധിച്ചും അദ്ദേഹം ഒരു മഹാനായ നവോത്ഥാന നായകൻ എന്ന നിലക്ക് വളരെയധികം പോരിശപ്പെടുത്തിക്കൊണ്ട് ലേഖനങ്ങൾ എഴുതുകയുണ്ടായി. ആ ചേകനൂർ പറഞ്ഞ വിഷയം എന്താണെന്നറിയൂ? അദ്ദേഹം പറഞ്ഞ കേട്ടോളൂ, ഒരു യുക്തിവാദി എന്ന നിലക്ക് വേണമെങ്കിൽ പോലും നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാം. കാരണം അതിന്റെ എല്ലാം അടിസ്ഥാനം ചെല്ലുന്നത് ഹദീസിന്റെ നിഷേധങ്ങളിലേക്കാണ്. ഇപ്പൊ ചേകനൂർ എഴുതുകയാണ്, ഇതാ കേട്ടോളൂ, ചേകനൂരിന്റെ ഫോട്ടോ അടക്കം അവരുടെ ദർശനത്തിൽ വന്നിട്ടുണ്ട്. എന്താ പറയുന്നത്? വിവാഹ ജീവിതത്തിനും കുടുംബ ജീവിതത്തിനും ജാതിമത ചിന്തകൾ തടസ്സമാവരുതെന്ന ഖുർആനിക സത്യം തുറന്നു പറഞ്ഞ ചേകനൂർ മൗലവിയെ പോലെ ഒരു പണ്ഡിതൻ കേരള ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ജാതിയും മതവും വിശ്വാസവും കുടുംബ ജീവിതത്തിന് തടസ്സമാവരുതെന്ന പാഠം പ്രവാചകന്മാരുടെ തന്നെ കുടുംബ ജീവിതത്തിലുണ്ടെന്ന സത്യം കേരളക്കരയിൽ ആദ്യമായി കേൾപ്പിച്ചത് ചേകനൂർ മൗലവി തന്നെയാണ്. കേരള ചരിത്രത്തിൽ ഉയർന്നു കേട്ട ആദ്യത്തെ യഥാർത്ഥ നവോത്ഥാനത്തിന്റെ ശബ്ദം. ഇത് ചേകനൂരിന്റെ ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയതാ. അതേ വാക്കുകളാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് 2002 പോയ ആളുകൾ ഇതേ ചേകനൂരിനെ കുറിച്ച് എഴുതിയത് എങ്കിൽ നമ്മുടെ കൂറ് ആരോടാ? നമ്മുടെ താല്പര്യം ആരോടാണ്? ഇവിടെ എന്താ പറഞ്ഞത്? ജാതി മത ഭേദമന്യേ ആയിരിക്കണം കുടുംബ ജീവിതം. അവിടെ മുസ്ലിമോ ആണോ അല്ല നോക്കേണ്ട ആവശ്യമില്ല. എന്നാ ഖുർആൻ പറഞ്ഞതോ വലാ തൻകിഹുൽ മുശ്രികാതി ഹത്താ യുമിന്ന, മുശ്രിക്കത്തുകളെ മുഅ്മിനത്തുകളാകുന്നവരെ കല്യാണം കഴിക്കാൻ പാടില്ല. അത് ഖുർആന്റെ തത്വ. ആ ഖുർആനിന്റെ തത്വത്തിന് പോലും എതിരായി സംസാരിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതി പിടിപ്പിച്ച് അങ്ങനെ ഹദീസുകളെ പച്ചയായി എതിർത്ത ഒരു കാലഘട്ടം ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇന്നും അത് നിലനിന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ഒരു അസുഖത്തിലേക്ക് നമ്മുടെ ചില ആളുകൾ പോയി. ഏത് വിഷയത്തിൽ? വിശ്വാസ രംഗത്തും അതുപോലെ മറ്റു പല കാര്യങ്ങളിലും ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ചു പോവുകയാണ്, വിശദീകരിക്കാൻ സമയമില്ല. അതത് പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, നിങ്ങൾ ഞങ്ങളെ ഹദീസ് നിഷേധികളാണ് എന്ന് പറയുന്നു. ഞങ്ങൾ ഏത് ഹദീസിനെയാണ് നിഷേധിച്ചത്? ഞങ്ങൾ മുൻഗാമികൾ പറഞ്ഞ കാര്യങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മർക്കസു ദഅവാ KNM വിഭാഗം ആളുകൾ പല സഹോദരന്മാരും സംസാരിക്കാറുണ്ട്. ഇവിടെ സത്യം പറയട്ടെ, വിശ്വാസ വിഷയങ്ങളിൽ അവരുടെ പണ്ഡിതന്മാർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ആ പിഴവ് നമ്മൾ മനസ്സിലാക്കണം. ഇത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത്. കാരണം നമ്മുടെ കൂടെയുള്ള നമ്മുടെ പണ്ഡിതന്മാർ തൗഹീദിന് വേണ്ടിയും ഹദീസിന്റെ പ്രചാരണത്തിന് വേണ്ടിയും പ്രവർത്തിച്ചിരുന്ന നേതാക്കന്മാര്, അവരൊക്കെ ഈ രൂപത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് വിഷമം തന്നെയാണ്. അത്തരം ആളുകളെ കുറിച്ച് ഇത്തരം വേദികളിൽ വിശദീകരിക്കുമ്പോൾ നമുക്ക് പ്രയാസം തന്നെയാണ്. നമ്മുടെ സലാസുല്ലമിയൊന്നും അങ്ങനെ ആകാൻ പാടില്ലായിരുന്നു എന്നൊരു മനോവിഷമമാണ് നമുക്കിപ്പോൾ ആ വിഷയത്തിലുള്ളത്. നോക്കൂ നിങ്ങൾ, 1-2 കാര്യങ്ങൾ അബ്ദുസ്സലാസുല്ലമി പറയാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ചില ഹദീസുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ട് ഇവിടെ. ഇത് അത്തൗഹീദ് എന്ന് പറയുന്ന മാസികയില് അവർ തന്നെ കൊടുത്തതാണ്, എന്റെ വകയല്ല. 2003 സംഘടന പിരിഞ്ഞതിന് ശേഷം അതിന് മുമ്പുണ്ടായതാണല്ലോ, എന്തേ പിന്നെ അന്ന് പറയാഞ്ഞത് എന്ന് ചില വിഷയങ്ങൾ പറയുമ്പോൾ പറയാറുണ്ട്. ഇത് 2003 വന്നിട്ടുള്ള ലേഖനമാണ്. കേട്ടോളൂ, ഇതിന്റെ തുടക്കം എന്താണെന്നറിയോ? പല വിഷയങ്ങളും നമ്മൾ ഹദീസുകൾ വരുന്നതിന് അപ്പാടെ സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. സ്വീകരിക്കണമെങ്കിൽ ആ വിഷയം നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കുന്നതാണോ എന്ന് പരിശോധിക്കണം. അതിന്റെ പേരാണ് ദിറായത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുസ്സലാസുല്ലമി വിശദീകരിക്കുന്നുണ്ട്. പിന്നെ അത് വേറെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഖുർആനിനെതിരാണോ എന്ന് പരിശോധിക്കണം. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? ഖുർആനിനെതിരാണോ എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തിടുന്ന ഹദീസുകൾ എവിടുന്നാ? ബുഖാരിയിൽ നിന്നാണ്, മുസ്ലിമിൽ നിന്നാണ്. സഹോദരന്മാരെ, ഇമാം ബുഖാരി എന്ന് പറഞ്ഞാൽ 1-2 ദിവസങ്ങൾ കൊണ്ട് ഇന്നത്തെ ആധുനിക തൂലികയുടെ ഉടമകൾ പുസ്തകങ്ങൾ എഴുതുന്നത് പോലെ എഴുതി തീർത്ത ഒന്നല്ല അത്. 22 കൊല്ലത്തെ അധ്വാനമാണ്. ഉറക്കുണച്ചുകൊണ്ട് രാത്രിയിൽ അദ്ദേഹം എഴുതിയിരുന്ന് ഓരോ ഹദീസുകളും എഴുതുമ്പോൾ ഉളുവെടുത്ത് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതിയ ഹദീസിന്റെ ഗ്രന്ഥമാണത്. 22ഓളം കൊല്ലമെടുത്തു ആ ഗ്രന്ഥം പൂർത്തിയാകാൻ. അത് പല ഉസ്താദുമാരെ കാണിച്ചു, അവരൊക്കെ വായിച്ചു, അവരൊക്കെ അംഗീകാരം നൽകി. പല ആളുകൾക്കും അത് 2-3 തവണ വായിച്ചു കേൾപ്പിച്ചു. അവരൊക്കെ അംഗീകാരം കൊടുത്ത് അങ്ങനെ വിരചിതമായ ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി.
അത് എഴുതിയ അന്ന് മുതൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു അലമാരക്കകത്ത് ഇരിക്കുകയല്ല, മറിച്ച് ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുവൻ ആ ഗ്രന്ഥത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. വിശദീകരണങ്ങളും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ശറഹുകൾ ബുഖാരിക്കുണ്ട്. അങ്ങനത്തെ ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരി, അതിൽ നിന്ന് ഹദീസ് എടുത്തിട്ട് പറയാണ് ഇത് ഖുർആനെതിരാണെന്ന് പരിശോധിക്കണം, ഇത് ബുദ്ധിക്കെതിരാണെന്ന് പരിശോധിക്കണം എന്നുള്ള അദ്ദേഹം കൊടുത്ത ലിസ്റ്റ് എന്താണെന്നറിയോ? അതൊന്ന് കേട്ടോളൂ. ഇത്തരം പണ്ഡിതന്മാരെ നമ്മൾ വലിയ ആളുകളായി കൊണ്ടു നടത്തുമ്പോൾ നമ്മുടെ മാന്യ സഹോദരന്മാർ ചിന്തിക്കണം, ഞാൻ എത്ര വലിയ അപകടത്തിലും വിശ്വാസപരമായ വ്യതിയാനത്തിലുമാണ് എന്ന്. കേട്ടോളൂ നിങ്ങൾ. ഒന്ന്, ദിറായത്തിന് ഉപയോഗിക്കാതെ ഹദീസുകൾ പ്രസംഗങ്ങളിലും ഖുതുബകളിലും ചില പണ്ഡിതന്മാർ ഉപയോഗിക്കുവാൻ തുടങ്ങിയതാണ് ഹദീസ് നിഷേധികൾ വർദ്ധിക്കുവാൻ കാരണം. അദ്ദേഹം തന്നെ പറയാം. ഇനി കേട്ടോളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ജൂതൻ സിഹിർ ചെയ്യുകയും നബിക്ക് ആ സിഹിർ ഫലിക്കുകയും ചെയ്തു എന്ന ഹദീസ് ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നെ മൂസാ നബി സ്ത്രീകളും കുട്ടികളും എല്ലാം തന്നെ കാണുന്ന രീതിയിൽ നഗ്നനായി അങ്ങാടിയിലൂടെ ഓടി. ഇതൊക്കെ അവതരിപ്പിക്കുന്നിടത്ത് ചില വക്രീകരണങ്ങളെ കൊണ്ട് സംഗതി ഇങ്ങനൊന്നല്ല, അതിന്റെ വ്യക്തമായ വശങ്ങൾ വേറെയുണ്ട്. ശരി. പിന്നെയോ അദ്ദേഹം തന്നെ മരിപ്പിക്കുവാൻ വന്ന മലക്കിനെ അടിച്ച് കണ്ണു തെറിപ്പിച്ചു. അങ്ങനെ അടിച്ച് തെറിപ്പിച്ചു എന്നൊന്നും ഹദീസിൽ പദപ്രയോഗം തന്നെയല്ല. അതങ്ങനെ അവതരിപ്പിച്ചാലല്ലേ ആളുകൾക്ക് ഈ ഹദീസിനോട് നീരസം ഉണ്ടാവുകയുള്ളൂ. അതിന്റെ സത്വത മനസ്സിലാക്കാൻ വേണ്ടി പറയാം, സമയം നമുക്ക് പരിമിതമാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങളെ മരിപ്പിക്കാൻ വന്നതാണ്, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ വന്നതാണ്. സ്വാഭാവികമായും ഒരാൾ ഒറ്റക്ക് നിൽക്കുമ്പോൾ വേറൊരാൾ വന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങളെ മരിപ്പിക്കാൻ വന്നാ, ഞാൻ നിങ്ങളെ കൊല്ലാൻ വന്നാ എന്ന് പറഞ്ഞ എന്താ ചെയ്യുക? ഇവൻ തിരിച്ചൊന്ന് കൊടുക്കൂലേ? അങ്ങനെ മൂസാ നബി കൊടുത്തു, കണ്ണ് പൊട്ടിയെന്നാണ്. ശരിയാണ്, ബുഖാരിയിൽ ഹദീസുണ്ട്. അപ്പൊ ഒരു മലക്കിന്റെ കണ്ണ് എങ്ങനെയാണ് മൂസാ നബി അടിച്ച് തെറിപ്പിച്ചത്? തെറിപ്പിച്ചു എന്നല്ല, അടിച്ചപ്പോ കണ്ണ് പൊട്ടിയെന്നാ. ഞാൻ ചോദിക്കട്ടെ, മറിയം ബീവിയുടെ മുമ്പിലേക്ക് മലക്ക് ജിബ്രീൽ വന്നു. അപ്പൊ എന്താ മറിയം ബീവി പറഞ്ഞത്? ഖാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. നിനക്ക് റബ്ബിനെ പേടിയുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ ഞാൻ റബ്ബിനോട് ശരണം തേടുന്നു. ഒരു മലക്കിനെ കുറിച്ചാ പറഞ്ഞത്, നിന്റെ കാര്യത്തിൽ ഞാൻ റബ്ബിനോട് ശരണം തേടുന്നു. ആര്? മറിയം ബീവി. എത്ര വലിയ തെറ്റാ ചെയ്തത്? ഒരു മലക്കിനെ കുറിച്ച് അങ്ങനെ തോന്നാൻ പാടുണ്ടോ? അവിടെ തോന്നി. എന്തേ കാരണം? ഇപ്പൊ പറയാം. രണ്ടാമത്തെ ഒന്നുകൂടി, ഇബ്രാഹിം നബിന്റെ വീട്ടിലേക്ക് ചില മലക്ക് ആളുകൾ വന്നു. ഇബ്രാഹിം നബി മൂരിനറുത്ത് കൊണ്ടുവച്ചു കൊടുത്തു. അവര് തിന്നുന്നില്ല. ഇബ്രാഹിം നബിക്ക് പേടി തോന്നി. എന്തേ കാരണം? ചിന്തിച്ചോളി. എന്തേ കാരണം? ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് മലക്കുകൾ വന്നു, ചില ആളുകൾ വന്നു, ചെറുപ്പക്കാരായ സുന്ദരന്മാരായ സുന്ദര രൂപത്തിൽ വന്നു. എന്താണ്ടായത്? ആ നാട്ടിലെ ചെറുപ്പക്കാരുടെ പ്രകൃതി അനുസരിച്ചുകൊണ്ട് ആ വന്ന വിരുന്നുകാരെ പിടിക്കാൻ വേണ്ടി വന്നു. എന്താ ലൂത്ത് നബി പറഞ്ഞത്? എന്റെ പെൺമക്കൾ ഇതാ, നിങ്ങൾക്ക് അവരാണ് ഏറ്റവും ഈ വിഷയത്തിൽ അതുഹറായിട്ടുള്ളത്. ഈ വന്ന അതിഥികളെ നിങ്ങൾ നിങ്ങൾ എന്റെ മുമ്പിൽ നിന്ദിക്കരുത്. സുഹൃത്തുക്കളെ, ലൂത്ത് നബി, ഇബ്രാഹിം നബി, മറിയം ബീവി, ഇവർക്കൊക്കെ ഇങ്ങനെ ഒരു തോന്നൽ, ഈ പ്രശ്നം വരാൻ കാരണം എന്താ? ആ മനുഷ്യരൂപത്തിൽ മലക്ക് വന്നപ്പോ അത് മലക്കാണെന്ന് മനസ്സിലായില്ല. ആ ഒരു പ്രശ്നം തന്നെയല്ലേ മൂസാ നബിന്റെ മുമ്പിലുള്ളൂ. മൂസാ നബിയുടെ മുമ്പിൽ നിങ്ങളെ ഞാൻ മരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് മലക്കിന്റെ രൂപത്തിലല്ല വന്നത്, മനുഷ്യരൂപത്തിലാണ് വന്നത്. അപ്പോൾ ഒരാൾ അടിച്ചു, സ്വാഭാവികമാണ്. അങ്ങനെ ആ ഹദീസ് ആ നിനക്ക് പരിശോധിച്ച് പഠിച്ച് മനസ്സിലാക്കിയ പ്രശ്നം തീരൂലേ? അത് വെച്ചിട്ട് മൂസാ നബിയുടെ കണ്ണ് അടിച്ചു തെറിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾക്ക് ബുഖാരിയോടുള്ള ആ ബുഖാരിയിലെ ഹദീസുകളോടുള്ള ആ ബഹുമാനത്തെ എന്തിനാ കുറക്കാൻ ശ്രമിക്കുന്നത്? അതാണ് ഞാൻ രോഗം എന്ന് പറയുന്നത്. അവസാനിച്ചില്ല, ഇനി കേട്ടോളൂ. പിന്നെ പൂവൻ കോഴി കൂവുന്നത് മലക്കിനെ കണ്ടിട്ടും കഴുത കരയുന്നത് പിശാചിനെ കണ്ടിട്ടുമാണ്. ഇതൊക്കെ എതിർത്ത് സംസാരിക്കാട്ടോ. ബഹുമാനായ ഉമർ സുല്ലമി അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പൂവൻകോഴി കരയുന്നത് ഇന്ന കാരണത്താലാണ്, കഴുത കരയുന്നത് ഇന്ന കാരണത്താൽ. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ എന്ത് ദിക്ർ ചൊല്ലണം എന്നോട് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അബ്ദുസ്സലാം സുല്ലമി എഴുതുന്നു. പിന്നെയോ കേട്ടോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുന്നതിന്റെ മുമ്പാണ് മിഅ്റാജ് ഉണ്ടായത്. അങ്ങനെ ബുഖാരിയിലില്ല, ഒരു ഹദീസ് അങ്ങനെ ഇല്ല. അത് മനസ്സിലാക്കിയെടുത്ത് വന്ന പിഴവാണ്. അപ്പൊ ബുഖാരിനെ എതിർക്കാൻ വേണ്ടി എടുത്തിട്ടാണ്. പ്രവാചകന്റെ മിഅ്റാജിന്റെ മുമ്പാണ്, പിന്നെ വഹി ലഭിക്കുന്നതിന് മുമ്പാണ് മിഅ്റാജ് ഉണ്ടായത്. പല്ലിയെ തല്ലിക്കൊന്നാൽ മഹത്തായ പ്രതിഫലമുണ്ട്, നേരത്തെ പറഞ്ഞല്ലോ. അതിനെയും ഇവിടെ ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം എവിടെ എത്തുന്നറിയോ? കേട്ടോളൂ. അള്ളാഹു ആകാശത്തെ ഒരു വിരലിലും
ഭൂമി ഒരു വിരലിലും, പർവ്വതം ഒരു വിരലിലും, മരങ്ങളും നദികളും ഒരു വിരലിലും, മറ്റുള്ള സൃഷ്ടികൾ ഒരു വിരലിലും വെക്കുന്നതാണ്. ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ഹദീസ. അല്ലാഹു തആല ആകാശത്തൊരു വിരലിലെടുക്കും, ഭൂമി ഒരു വിരലിലെടുക്കും. അതിനെ ചോദ്യം ചെയ്യുകയാണ് ബഹുമാനായ അബ്ദുസ്സലാം സുല്ലമി. നമ്മൾ അപകടത്തിലാണോ? ആണോ? നമ്മൾ ഒരു വിഭാഗം, അവർ ചിന്നൂരികൾ, ഒരു വിസ്ഡം ടീം, അത് KNM എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നതിന് പകരം ഈ വിഷയത്തിന്റെ വസ്തുതകൾ മനസ്സിലാക്കി അള്ളാഹിനെ പറ്റി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ വിഷയത്തെ ചോദ്യം ചെയ്യുന്ന ആളുകളുടെ കൂടെ ഞങ്ങളാണ് യഥാർത്ഥവർ എന്ന് പറഞ്ഞു നടക്കുമ്പോൾ എത്രത്തോളം വലിയ അപകടത്തിലാണ് എന്ന്. അവസാനിച്ചില്ല, ഇനി കൂടി കേട്ടോളൂ. സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു രാത്രി കൊണ്ട് 100 ഭാര്യമാരെ ഭോഗിച്ചു. മുമ്പുള്ള ഒരു നബിക്ക് അസർ നമസ്കരിക്കാൻ വേണ്ടി സൂര്യനെ പിടിച്ചു നിർത്തി. ഭൂമിയുടെ അന്ത്യദിനത്തിന്റെ അടയാളമായി ഈസാ നബി വരികയും കുരിശ് നശിപ്പിക്കുകയും ചെയ്യും, പന്നിയെ വധിക്കുകയും ചെയ്യും മുതലായ ഹദീസുകൾ നബി പറഞ്ഞതും സ്ഥിരപ്പെട്ടതുമാണോ എന്ന് തീരുമാനിക്കേണ്ടത് പ്രധാനമായും ദിറായത്തിലൂടെയാണ്. അവസാനം പറഞ്ഞ എന്താ? ഈസാ നബി ഇറങ്ങി വരുമെന്ന് പറയുന്ന ഹദീസ് ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് വേണം സ്വീകരിക്കാൻ. ഇനി നിങ്ങൾ ചിന്തിക്കും, ഇതിനാ ഹദീസ് സെമിനാർ. ഈ അപകടത്തിൽ നിന്ന് നിങ്ങൾ തിരിച്ചു പോരണം. അവസാനിക്കുന്നില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅ ഈ ലോകത്ത് പഠിപ്പിച്ചു പോയിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങളെ പച്ചയായി എതിർക്കുന്ന, നിഷേധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ബഹുമാനനായ അബ്ദുസ്സലാം സുല്ലമി എത്തിച്ചേർന്നിട്ടുണ്ട്. അത് നമ്മൾ കണ്ടറിയണം. എന്തിനാ? ആ അപകടത്തിൽ നമ്മൾ എത്തിച്ചേരാതിരിക്കാൻ. തെറ്റ് ആർക്കും സംഭവിക്കും. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഇമാം റാസി അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. ഈ അഖിലിന്റെ ഒരു സമീപനം സ്വീകരിച്ച അശ്അരിയത്തിന്റെ ആളായിരുന്നു തുടക്കത്തിൽ. പിന്നെ മാറി അബുൽ ഹസൻ അൽ അശ്അരി തരിച്ച മുഅ്തസിലി ആയിരുന്നു. പിന്നീടാണ് അൽ ഇബാന അൻ ഉസൂലി ദിയാന എന്ന ഗ്രന്ഥം എഴുതിക്കൊണ്ട് അഹ്ലുസുന്നയുടെ മാർഗത്തിലേക്ക് വന്നത്. അതേപോലെ തന്നെ ഇഹ്യാ ഉലൂമുദ്ദീൻ രചിച്ചിട്ടുള്ള ഇമാം ഗസ്സാലി ആദ്യ കാലഘട്ടത്തിൽ മുഅ്തസിലിയും പിന്നെ സൂഫിയും പിന്നെ അഹ്ലുസുന്നത്തിന്റെ ആളുമായി മാറിയിട്ടുണ്ട്. ഏത് കാലഘട്ടത്തിലും അതൊക്കെ സംഭവിക്കാം. പക്ഷേ ആ വന്ന അബദ്ധത്തെ ന്യായീകരിച്ച് അത് തെറ്റല്ല, അത് തന്നെയാണ് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പേനകൾ ചലിപ്പിക്കുമ്പോൾ, വീണ്ടും വീണ്ടും പുസ്തകങ്ങൾ എഴുതുമ്പോൾ ഹദീസ് നിഷേധത്തിന് വേണ്ടി മാത്രമായി അൽ ഫനാർ എന്ന പേരിൽ കോയക്കുട്ടി ഫാറൂഖിയും അതേപോലെ ഇങ്ങനെ ആളുകളെ ഉൾക്കൊള്ളുകൊണ്ട് ചില പുസ്തകങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അൽ ഫനാർ. ചില കാര്യങ്ങൾ ഞാനിവിടെ വിശദീകരിക്കാണെങ്കിൽ ഒന്ന് വായിച്ചു പോവുക. അതായത് നമ്മുടെ പ്രധാനപ്പെട്ട വിശ്വാസങ്ങളിൽ ഒന്നാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. യൻസിലു റബ്ബുനാ തബാറക വ തആല ഫീ കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രികളിലും അതിന് അവസാനത്തെ സമയം ബാക്കിയാകുമ്പോൾ അല്ലാഹു തആല ഇറങ്ങി വരും. എന്നാൽ ആ ഇറങ്ങുന്നതിനെ കുറിച്ച് അബ്ദുസ്സലാം സുല്ലമി എന്ത് എഴുതി? അതൊന്ന് കേട്ടോളൂ നിങ്ങൾ. അദ്ദേഹം പറയാണ്, രാത്രിയുടെ 1/3 അവസാന ഭാഗം നിലനിൽക്കാത്ത ഒരു നിമിഷം നേരം ഭൂമിയിൽ ഉണ്ടാവുകയില്ല. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ചലിക്കുകയാണ്. ഒരു സ്ഥലത്തു നിന്നും ഈ സമയം അവസാനിക്കുമ്പോൾ തന്നെ മറ്റൊരു സ്ഥലത്ത് ഈ സമയം അനുഭവപ്പെടുന്നു. 24 മണിക്കൂറും ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇറക്കം നുസൂൽ എന്നതിന് ഇവർ നൽകുന്ന ബാഹ്യാർത്ഥ പ്രകാരം സിംഹാസനത്തിൽ ആരോഹണം ചെയ്യാൻ അള്ളാഹുവിന് സമയമുണ്ടായിരിക്കുകയില്ല. അപ്പൊ ഇറങ്ങും എന്ന വസ്തുതയെ നിഷേധിക്കുകയാണ്. കാരണം ഇവിടെ പകലാകുമ്പോൾ അവിടെ രാത്രിയാണല്ലോ. അപ്പൊ എപ്പോഴാ ഇറങ്ങുക, എപ്പോഴാ കയറുക? ആ ചിന്ത പാടുണ്ടോ അള്ളാഹിനെ കുറിച്ച്? സൂറത്ത് ശൂറ 11-ാമത്തെ ആയത്ത്. വലം യകുൽ ലഹു കുഫുവൻ അഹദ് സൂറത്തുൽ ഇഖ്ലാസിലെ ഒരായത്താണ്. അങ്ങനെ പല സ്ഥലങ്ങളും അല്ലാഹു അവനെ പോലെ ഒന്നുമില്ല. അവന്റെ പ്രവർത്തനം എങ്ങനെയാ? അവനെ അറിയൂ. ഇറങ്ങുമെന്ന് പറഞ്ഞു, ഇറങ്ങുമെന്ന് വിശ്വസിക്കണം. എങ്ങനെ എന്ന ചോദ്യം സ്വഹാബത്ത് ചോദിച്ചിട്ടില്ല, നമ്മൾ ചോദിക്കാൻ പാടില്ല. അതാണ് സലഫി മൻഹജ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇവിടെ ചോദ്യം ചെയ്യുക, ഇവിടെ രാത്രിയാകുമ്പോൾ അവിടെ പകലല്ലേ, അപ്പൊ അള്ളാഹ്ക്ക് അവിടെ ഇരിക്കാൻ എപ്പോഴാ നേരം? നമ്മളെ പോലെ അല്ല. അപ്പൊ അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന അവിടെ അർശ് കാലിയാവൂലേ എന്നുള്ള ചിന്ത വരുന്നത് എന്തുകൊണ്ടാ? ഞാൻ ഇവിടുന്ന് ഇറങ്ങി അവിടെ കസേര കാലിയാകുകയാണ്. ഈ യുക്തിവാദം സഹോദരന്മാരെ ഈ അഖീദയുമായി ബന്ധപ്പെട്ട ഗൈബിയായ വിശ്വാസങ്ങൾ ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ല. അതുകൊണ്ട് ആ സുഹൃത്ത് താജുദ്ദീൻ സ്വലാഹി പറഞ്ഞത്, ചിന്തിക്കാൻ അള്ള കൽപ്പിച്ച മേഖലകളുണ്ട്. ഒരു ചെറിയൊരു റിപ്പോർട്ട് കാണാം. നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കണം, അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കരുത്. അള്ളാഹിന്റെ പ്രവർത്തനങ്ങളാണ് ചിന്തിക്കേണ്ടത്, അള്ളാഹിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളും അവന്റെ സൃഷ്ടി വൈഭവങ്ങളും ആ സൃഷ്ടിപ്പിലെ കുദറത്തുകളും അത് ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം. അള്ളാഹിന്റെ കൈ എങ്ങനെയാ, അള്ളാഹിന്റെ ഇസ്തിവ എങ്ങനെയാ, അള്ളാഹിന്റെ ഇറക്കം എങ്ങനെയാ എന്നുള്ള ചിന്ത പാടില്ല. അവിടെ പിഴവ് സംഭവിച്ചു. ഈ പിഴവ് ആർക്കാ ആദ്യം വന്നെന്നറിയോ? പണ്ടുണ്ടായിട്ടുണ്ട് മുഅ്തസിലാക്കൾക്കും ഖവാരിജികൾക്കൊക്കെ. കേരളക്കരയിൽ ഉണ്ടായത് ഞാൻ സൂചിപ്പിക്കട്ടെ. നേരത്തെ പറഞ്ഞ ചേകനൂർ മുഹമ്മദ് മൗലവി അദ്ദേഹം എഴുതുന്നത് കേട്ടോളൂ. ഒരു ദിവസം
തന്റെ അയ്യുഹന്നാസുകളോട് മദീനത്തെ പള്ളിയിൽ വെച്ച് അബൂ ഹുറൈറ പറയുകയാണ്. ഇത് അദ്ദേഹം കളിയാക്കുക സ്വഹാബികളെ, അയ്യുഹന്നാസ് എന്ന് പറഞ്ഞിട്ട്. പ്രവാചകൻ അബൂ ഹുറൈറ തന്റെ അയ്യുഹന്നാസുകളോട് മദീനത്തെ പള്ളിയിൽ വെച്ചുകൊണ്ട് അബൂ ഹുറൈറ പറയുകയാണ്, രാത്രി 1/3 ഭാഗം കഴിഞ്ഞ ശേഷം നമ്മുടെ നാഥൻ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. എന്നിട്ട് അവിടെ നിന്ന് അള്ളാഹു വിളിച്ചു പറയും പോലും, അതായത് ഒരു നിഷേധാത്മക സംസാരമാണ്. എന്നോട് ചോദിക്കാനുള്ളവർ ചോദിച്ചു കൊള്ളട്ടെ, അവർക്കെല്ലാം ആ ചോദിക്കുന്നതൊക്കെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്നോട് മാപ്പപേക്ഷിക്കാനുള്ളവർ അത് ചെയ്തു കൊള്ളട്ടെ, അവർക്കൊക്കെ മാപ്പ് കൊടുക്കാനും ഞാൻ തയ്യാറാണ് എന്ന് നബി പറഞ്ഞെന്ന് അബൂ ഹുറൈറ ബ്രാക്കറ്റിൽ ബുഖാരി മുസ്ലിം എന്നിട്ട് അദ്ദേഹം പറയാ, ഈ കള്ള ഹദീസ് കേട്ടുകൊണ്ടിരുന്നിരുന്ന തന്റെ സമാജികരിൽ അള്ളാനെ കുറിച്ച് ശരിയായ ഈമാനുള്ള ഒറ്റ മനുഷ്യനും ഉണ്ടായിരുന്നില്ലെന്നതിന് ഈ കള്ള ഹദീസ് തന്നെ തെളിവാണ്. ചേകനൂർ എഴുതിയതാ ഒരു കാലഘട്ടത്തിൽ. എന്തിനൊക്കെ എതിർത്തപ്പോ സ്വഹാബത്തിന് ചീത്ത പറയാ, ആ സ്വഭാവപ്പാരൊക്കെ ഉള്ളതെന്നൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് CP സലീം സാഹിബ് അവിടെ വിശദീകരിക്കും. സ്വഹാബത്തിനാണ് ഈ പറയുന്നത്, ചീത്ത പറയുന്നത്. എന്നിട്ടോ കള്ള ഹദീസ് എന്ന് ആവർത്തിച്ച് പറയാ. ഇനി കേട്ടോളൂ, 6000-ൽ പരം ആയത്തുകൾ നബി പഠിപ്പിച്ചിട്ടും 4 ഖലീഫമാരും മറ്റ് മുഹാജിറുകളും അൻസ്വാറുകളും അക്കാലം വരെ അള്ളാഹു ഇറങ്ങി വരുമെന്നോ കയറിപ്പോകുമെന്നോ ഉള്ള ഇത്തരം അസംബന്ധങ്ങളടങ്ങിയ വാർത്തകളൊന്നും അന്നുവരെ ആർക്കും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ കുറിച്ച് ഒരു മുഅ്മിനിനും അങ്ങനെയൊന്നും പറയാൻ പാടുള്ളതല്ല. എന്നിരിക്കെ അള്ളാഹുവിനുള്ള വിശ്വാസത്തിന് പോലും നിരക്കാത്ത വിധം ഇങ്ങനെ ഒരു ഹദീസ് നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ നാവുള്ള ഒരു സത്യവിശ്വാസിയെങ്കിലും അബൂ ഹുറൈറയുടെ സദസ്സിലുണ്ടായിരുന്നില്ല എന്നറിയുമ്പോഴാണ് തന്റെ സദസ്സിന്റെയും തന്റെ ശിഷ്യന്മാരുടെയും മതപാണ്ഡിത്യത്തിന്റെ നിലവാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹ് ഇറങ്ങി വരുമെന്ന് അബൂ ഹുറൈറ ഹദീസ് ഉദ്ധരിച്ചപ്പോ അതിന് ചോദ്യം ചെയ്യാൻ വിവരമുള്ള ഒറ്റ സ്വഹാബി ഉണ്ടായിരുന്നില്ല. ആ ചേകരൂരിനെയാണ് നവോത്ഥാനം നായകൻ എന്ന് നമ്മുടെ സഹോദരന്മാരുടെ പേരുകൾ കൊണ്ട് ചലിച്ചത് എങ്കിൽ ആരുടെ സ്നേഹം? അള്ളാഹുവിനെ സ്നേഹിച്ചവനെ സ്നേഹിക്കുക, അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ചവനെ സ്നേഹിക്കുക, ആ പ്രവാചകനെയും പ്രവാചകന്റെ വചനങ്ങളെയും വെറുത്തവരെ വെറുക്കൽ അതൊരു നന്മയാണെന്ന് മനസ്സിലായിക്കോളിയും. അവരെ കുറിച്ച് മൗലൂദ് എഴുതല്ലേ വേണ്ടത്. എന്നാൽ ഞങ്ങളവിടെ ഹദീസ് നിഷേധിച്ചത് ചേകനൂർ പറഞ്ഞ അതേ വിഷയമാണ് അബ്ദുസ്സലാം സുലൈം നിഷേധ രൂപത്തിൽ ചോദിക്കുന്നത്. ഇനി നിങ്ങൾ പറയൂ. അവസാനിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഇസ്തിവാ, എന്താ ഇസ്തിവാ? അവൻ ആകാശത്തിലാണ് ആണല്ലോ. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. ഇതൊക്കെ വിശ്വാസകാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു പോവുകയാണ്. അതിനെ ചോദ്യം ചെയ്യുന്ന ആളുകളുണ്ട്. ഒന്ന് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമി സുഹൃത്തുക്കൾ, ഹദീസുകളുടെ വിഷയത്തിൽ അവർക്കും ചില അഴകുടമ്പൻ നയങ്ങളൊക്കെയുണ്ട്. അവരെന്ത് കേട്ടോളൂ, അള്ളാഹുവിന്റെ സിംഹാസനം എന്നത് അള്ളാഹുവിന്റെ അനുപമമായ അധികാരത്തിന്റെയും നിയന്ത്രണ ശക്തിയുടെയും പ്രതീകമായിട്ടാണ് ഖുർആനിലും ഹദീസിലും ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് അള്ളാഹു ഗംഭീരമായ ഒരു സിംഹാസനമുണ്ടാക്കി അതിൽ കയറി സ്വസ്ഥനായി ഇരിക്കുകയാണ് എന്ന് അർത്ഥം കൽപ്പിക്കുന്നത് ശരിയായിരിക്കുകയില്ല. ഇസ്തവ അലൽ അർശ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കുറിച്ച് ഉപവിഷ്ടനായി എന്ന് പറയരുത്. പിന്നെ എന്തു പറയണം? അധികാരമുള്ളവനായി, അധികാരമേറ്റെടുത്തവനായി എന്ന് പറയണമെന്നാണ് സഹോദരന്മാരെ. ഇത് പ്രശ്നങ്ങൾ വീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിൽ TK ഉബൈദ് സാഹിബ് എഴുതിയതാ. അതേ ഒരു വിഷയമാണ് ബഹുമാന്യനായ അബ്ദുസ്സലാം സുല്ലമിയും ആ വിഷയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. ഞാൻ ആ ഭാഗമൊന്നും വിശദീകരിക്കുന്നില്ല, നിങ്ങൾ വായിച്ച് കേൾപ്പിച്ചു തരാം. സലാം സുല്ലമി പറഞ്ഞു കേട്ടോളൂ. ദാ ഇസ്തവാ അലൽ അർശ്, അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി എന്ന സൂക്തത്തെ അതിന്റെ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കിയാലുള്ള അപകടം പരിഗണിച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും അള്ളാഹു പ്രപഞ്ചത്തിന്റെ ആധിപത്യം പൂർണ്ണമായും ഏറ്റെടുത്തു എന്ന അർത്ഥം കൊടുത്തുകൊണ്ട് തൗവീൽ ചെയ്തിട്ടുണ്ട്, അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഇപ്പൊ എന്താ പറഞ്ഞത്? ആധിപത്യം ഏറ്റെടുത്തു. ഇത് എപ്പോഴാ? അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ എന്ന് പറഞ്ഞപ്പോഴല്ലേ? അപ്പൊ അതിന്റെ മുമ്പത്തെ ആധിപത്യം ആരുടെ കയ്യിലായിരുന്നു? ആകാശഭൂമികളെ സൃഷ്ടിച്ചു 6 ദിവസം കൊണ്ട്. പിന്നെ സുമ്മസ്തവ അലൽ അർശി എന്ന, പിന്നെ അർശിൽ ഉപവിഷ്ടനായി എന്ന. അപ്പൊ അന്ന് അധികാരം ഏറ്റെടുത്തു എന്ന് അർത്ഥം പറഞ്ഞാൽ അപ്പൊ മുമ്പ് അധികാരം ആർക്കായിരുന്നു? അല്ലാഹു ഇസ്തവാ അലൽ അർശി എന്നുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയെ ബഹുമാന്യനായ അബ്ദുസ്സലാം സുല്ലമി എതിർക്കുകയാണ്, നിഷേധിക്കുകയാണ്, ചോദ്യം ചെയ്യുകയാണ്. അതാ നമുക്ക് വിഷമം. അതിലാണ് ഇവിടെ സലാസുല്ലമിനെ ഹദീസ് നിഷേധിയാക്കി അല്ലെങ്കിൽ ഇന്നാളെ ഹദീസ് നിഷേധിയാക്കി എന്നുള്ളതല്ല. നമ്മൾ വിശ്വസിക്കേണ്ടുന്ന അംഗീകരിക്കേണ്ടുന്ന പല വിഷയങ്ങളെയും പച്ചയായി എതിർത്തുകൊണ്ട് സംസാരിക്കുന്നു. അവസാനിച്ചില്ല. നരകം സ്വർഗം അത് രണ്ടും സൃഷ്ടിക്കപ്പെട്ടതാണ്. അത് അഹ്ലു സുന്നയുടെ വിശ്വാസമാണ്.
ഉഅദ്ദത്തു ലിൽ മുത്തഖീൻ ഉഅദ്ദത്തു ലിൽ കാഫിരീൻ. നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും അല്ല പറഞ്ഞതാ. എന്നാൽ മുഅ്തസിലിയാക്കളും ഖവാരിജുകളും അതിനെ ചോദ്യം ചെയ്തു, അവരതിനെ എതിർത്തു. അല്ല, അത് ഉണ്ടാക്കാൻ പോകുന്നേയുള്ളൂ എന്ന് പറഞ്ഞ് ചില ആയത്തുകളൊക്കെ ദുർവ്യാഖ്യാനിച്ചു. അന്ന് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ മറുപടിയും കൊടുത്തു. എന്നാൽ അബ്ദുസ്സലാം സുലൈമി എന്താ അറിയോ? അദ്ദേഹം എഴുതുകയാണ്, നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സമർത്ഥിക്കുവാൻ ബുഖാരി ഈ അധ്യായത്തിൽ ഉദ്ധരിച്ച ഒരു ഹദീസും ഖണ്ഡിതമായതല്ല. ആദ്യത്തെ വാക്ക്. അപ്പൊ ബുഖാരിന്റെ വിശ്വാസം എന്താ? നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണല്ലോ. നരകവും സ്വർഗവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അല്ല, സ്വർഗം അവിടെ അല്ല, നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സമർത്ഥിക്കുവാൻ ബുഖാരി ഈ അധ്യായത്തിൽ ഉദ്ധരിച്ച ഒരു ഹദീസും ഖണ്ഡിതമായതല്ല. അപ്പൊ അങ്ങനെ ഹദീസ് ബുഖാരിയിൽ ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി കേട്ടോളൂ, ചിലത് സാഹിത്യ പ്രയോഗം ഉൾക്കൊള്ളുന്നതും ചിലത് സംഭവിക്കാൻ പോകുന്നതും മുൻകൂട്ടി നബിക്ക് ദർശിക്കപ്പെട്ടതുമാണ്. പുറമെ ഖുർആൻ കൊണ്ടോ മുതവാത്തിറായ ഹദീസുകൾ കൊണ്ടോ മാത്രമേ വിശ്വാസകാര്യങ്ങൾ സ്ഥിരപ്പെടുകയുള്ളൂ. അത് വേറെ അബദ്ധമാണ്. മുതവാത്തിറായ ഹദീസുകൾ കൊണ്ട് മാത്രമേ വിശ്വാസകാര്യം സ്ഥിരപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ കൊണ്ടേ സ്ഥിരപ്പെടൂ എന്ന് പറഞ്ഞിട്ട് ഹദീസിൽ വന്ന ബുഖാരിയിൽ വന്ന ആ വിഷയത്തെ എന്തിനാ ചോദ്യം ചെയ്തു? ഇത് ഖുർആൻ പറഞ്ഞ തന്നെ ഉഅദ്ദത്തു ലിൽ മുത്തഖീൻ. അപ്പൊ ചില ഖവാരിജികൾ പണ്ട് പറഞ്ഞു, ആസ്യാബി പ്രാർത്ഥിച്ചല്ലോ, റബ്ബി ബിനിലി അൻദക ബൈതൻ ഫിൽ ജന്ന, റബ്ബേ നിന്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി തരണേന്ന്. അപ്പൊ അതിന്റെ അർത്ഥം വീട് ഉണ്ടാക്കിയിട്ടില്ല എന്നല്ലേ എന്ന് മുഅ്തസിലാക്കൾ അന്ന് ചോദിച്ചപ്പോ അതിനുള്ള വിശദീകരണം പണ്ഡിതന്മാർ കൊടുത്തു. ഒരു വീടിന്റെ പണി പൂർത്തിയായാലും വീണ്ടും ആ വീട് അലങ്കരിച്ചു കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് അവർ പറയുന്ന ആശയങ്ങളെ നമ്മുടെ ആശയമായി ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അപകടമെന്ന് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണല്ലോ സഹോദരന്മാരെ ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. എത്ര ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. ഖബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മലക്ക് വരും. ചോദ്യങ്ങൾക്കൊക്കെ ശേഷം ആ മലക്ക് അവന്റെ ആ മലക്കിന്റെ കയ്യിലും ശക്തമായ ദണ്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അടിച്ചാൽ ആ ഒരു മല പോലും തകർന്ന് തരിപ്പണമായി പോകും. അങ്ങനത്തെ ദണ്ടുകൊണ്ട് മനുഷ്യരും ജിന്നുമല്ലാത്ത എല്ലാ സൃഷ്ടികളും ആ സമീപത്തുള്ളവരൊക്കെ ആ അട്ടഹാസം കേൾക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് എഴുതിയ ആളുകളുണ്ട്. പല ആളുകളും കഴിഞ്ഞ കാലഘട്ടത്തിൽ ഹദീസുകൾ നിഷേധിച്ച പല ആളുകളും കഴിഞ്ഞു പോയിട്ടുണ്ട്. ചേകനൂർ എഴുതുന്നത് കേട്ടോളൂ, ഖബർ ശിക്ഷയെക്കുറിച്ച് ഖുർആൻ ഒന്നും പറയാത്തതിനാൽ അത് തള്ളണം. ചേകനൂർ പറഞ്ഞതാ. ഖുർആൻ ദർശനം മാസിക 2004 മാർച്ച് പേജ് 10. ഇനി അബ്ദുസ്സലാം സുലൈമി എന്ത് പറയുന്നു അത് നിങ്ങൾ കേട്ടോളൂ. ആ വാക്ക് ഞാൻ വായിച്ചു തരാം. ഒന്ന് ബുഖാരിയുടെ പരിഭാഷ, അബ്ദുസ്സലാം സുലൈമി 2-ാം വാള്യം 202-ാമത്തെ പേജ് കേട്ടോളൂ. പരിശുദ്ധ ഖുർആനിന്റെ മൗലിക തത്വത്തിന്റെ അടിസ്ഥാനത്തിലും പ്രാഥമിക ബുദ്ധിയുടെ അടിസ്ഥാനത്തിലും ഈ ഹദീസിനെ പണ്ഡിതന്മാർ വിമർശനത്തിന് വിധേയമാക്കിയേക്കാം. ആക്കിയെന്നല്ല, ഇന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതൻ ഖബർ ശിക്ഷയെ എതിർത്തു എന്നല്ല, ആക്കിയേക്കാം. ഇതിനെത്ര അടങ്കറായിട്ട് നിഷേധിക്കുന്നത്? എന്താ ഇത്ര ബുദ്ധിമുട്ടിയിട്ട് അതിനെ വിമർശിക്കുന്നത്? എന്നിട്ട് കാരണം എന്താ പറഞ്ഞത്? ഒന്ന്, പരിശുദ്ധ ഖുർആനിന്റെ മൗലിക തത്വത്തിന് എതിരാണ്. അതേതാണ് തത്വം? ഏതാണ് തത്വം? ഖബർ ശിക്ഷ ഇല്ല എന്ന് പഠിപ്പിക്കുന്ന തത്വം ഖുർആൻ പറയുന്നത് ഉണ്ട് എന്നാ. ഫിറഔനും കുടുംബം, ഫിറഔനെ പറ്റി അല്ലാഹ് പറഞ്ഞല്ലോ, രാവിലെയും വൈകുന്നേരവും നരകം സമർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ എവിടെ ഫിറഔൻ? ആധുനിക പഠനത്തിന്റെ ആ നിലനിൽപ്പ് വെച്ചുകൊണ്ട് ഫിറഔൻ ഭൂമിക്ക് മുകളിലാണല്ലോ. ആ ഫിറഔൻ നരകം കണ്ടുകൊണ്ടിരിക്കുന്നു. നരക ശിക്ഷയാ, ഖബർ ശിക്ഷയാണത്. ഖബർ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഖബറിന്റെ ഉള്ളിൽ തന്നെ പോകണമെന്നൊന്നുമില്ല, അത് മറ്റൊരു ലോകമാണ്. അവിടെ ഫിറഔനെ സന്ദർശിക്കുന്ന ആളുകൾക്ക് ആ ചൂട് അനുഭവപ്പെടുന്നില്ല. എന്തേ? അത് മറ്റൊരു ലോകമാണ്. ആ ഫിറഔൻ അല്ലാഹ് പറഞ്ഞു രാവിലെയും വൈകുന്നേരവും ഫിറഔൻ ഇങ്ങനെ നരകം സമർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാ. അതെങ്ങനെയാ പറയും? അപ്പൊ ഖുർആന്റെ മൗലിക തത്വത്തിന് എതിരാണോ അത് യോജിക്കുന്നതാണോ ഖബർ ശിക്ഷ? ഖബർ ശിക്ഷ എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ അടി തന്നെ കൊണ്ടുപോയി വെക്കണമെന്നൊന്നുമില്ല. ഒരാള് ഇപ്പോ കപ്പലിൽ യാത്ര ചെയ്യാൻ, കപ്പലങ്ങോട്ട് മുങ്ങി, എല്ലാവരും അടിയിലേക്ക് പോയി, പിന്നെ അവർക്ക് ഖബറില്ല. അതിനുകൊണ്ട് പണ്ഡിതന്മാർ ബർസഖിയായ ലോകം എന്നതിനെ കുറിച്ച് പറഞ്ഞത്. ഇവിടെ അതിനെ ചോദ്യം ചെയ്യുകയാണ്. ഇനി സലാസുലി പറഞ്ഞ അടുത്ത വാക്ക് കേട്ടോളും. വിശ്വാസ കാര്യങ്ങൾക്ക് ഹദീസ് സ്വഹീഹായാൽ പോലും, എന്റെ സഹോദരന്മാരെ വാക്ക് ശരിക്കും ശ്രദ്ധിക്കണം. അബ്ദുസ്സലാസുലമിയോട് നമുക്ക് ബഹുമാനമുണ്ട്, പ്രായം കൂടുതലുള്ളത് കൊണ്ട്. ഒരു കാലഘട്ടത്തിൽ തൗഹീദിന് വേണ്ടി സംസാരിച്ച ആളുമായിരുന്നു. ആ കാരണത്താലും
ഈ വാക്ക് ശരിക്കും ശ്രദ്ധിക്കുക. വിശ്വാസ കാര്യങ്ങൾക്ക് ഹദീസ് സ്വഹീഹായാൽ പോലും ഇത്തരം ഹദീസുകൾ അടിസ്ഥാനമാക്കുവാൻ പാടില്ലെന്ന് സർവ്വ ഹദീസ് പണ്ഡിതന്മാരും സമ്മതിക്കുന്നുണ്ട്. ഏത് ഹദീസ് പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞത്? സ്വഹീഹായാൽ പോലും ഇത് പറ്റൂല. ആര് പറഞ്ഞു? ഇത് ഞങ്ങൾ നന്ദി സംവാദത്തിൽ വായിച്ചു. അപ്പോഴാ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കിന് മനസ്സിലായത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല, അവിടെ നിർത്താന്ന് മൂപ്പര് തീരുമാനിച്ച് പൊളിച്ചത് അങ്ങനെയാണ്. ഇനി കേട്ടോളൂ, സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതുന്നത് നബിക്കുണ്ടായ കേവലം ഒരു ദർശനമാണിത്. ഖുർആനിന്റെ അടിസ്ഥാനത്തിലും ഈ ഹദീസ് വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വിമർശിച്ചു എന്നല്ല, അല്ലെങ്കിൽ ഒരു പണ്ഡിതന്റെ പേര് പറയാം, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് ഖബർ ശിക്ഷയെ വിമർശിച്ചവര്. ഇതൊക്കെ നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന വിഷയങ്ങളല്ലേ? ഇന്ന് മരിച്ചാൽ നാളെ പോയി കിടക്കേണ്ടുന്ന ലോകമല്ലേ? അതിനെപ്പോലും വിമർശിച്ച് അതില്ലാന്ന് പറഞ്ഞ് സമർത്ഥിച്ചാൽ ആളുകൾക്ക് തഖ്വ ഉണ്ടാകുക, ഉള്ള തഖ്വ നഷ്ടപ്പെടുക ചെയ്യാം. അതാ ഞാൻ പറഞ്ഞത്, അപകടമാണ്. ആലോചിക്കണം, ചിന്തിക്കണം. ഒന്നുകൂടി കേട്ടോളൂ. പരലോകത്ത് വരുമ്പോൾ അവന്റെ ഗ്രന്ഥം കൈകളിൽ ലഭിക്കുന്ന സന്ദർഭത്തിലാണ് തന്റെ സീറ്റ് എവിടെയാണെന്ന് ഒരു മനുഷ്യന് ഉറപ്പായ സ്ഥാനം ലഭിക്കുക എന്ന് ഖുർആൻ പറയുന്നു. സുലൈം എഴുതുക. അപ്പൊ ശിക്ഷ ഉണ്ടോ പ്രതിഫലം ഉണ്ടോ എന്നൊക്കെ ബോധ്യപ്പെടാൻ പരലോകത്തെത്തുമ്പോഴാണ്. പിന്നെ എങ്ങനെ ഖബറിലുണ്ടാകുക എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യുമ്പോൾ ഇതിനെ അംഗീകരിക്കുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതോ എതിർക്കുന്നു എന്നാണോ? ഇതൊക്കെ വിശ്വാസ രംഗങ്ങളിൽ ചില ഉദാഹരണങ്ങൾ മാത്രം. കർമ്മ വിഷയങ്ങളിൽ പോലും അബദ്ധങ്ങൾ സംഭവിച്ചു. അതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ എന്റെ സമയം തീർന്നിട്ടുണ്ട്. കർമ്മ വിഷയങ്ങളിലും അബദ്ധം സംഭവിച്ചു. വിശദീകരിക്കാണ്ടൊന്ന് വായിച്ചു കേൾപ്പിക്കുന്നു, കേട്ടോളൂ. ഒന്ന്, എന്റെ സഹോദരന്മാര്, നമ്മളൊക്കെ ഇബാദത്തുകൾ കൃത്യമായി നിർവഹിക്കുന്നവരാ. എന്തുകൊണ്ടാ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിൽക്കുന്നത് നമസ്കരിക്കാൻ? എന്തുകൊണ്ടാ പടിഞ്ഞാട്ട് തിരിയുന്നത്? അവിടേക്ക് തിരിയാൻ അള്ളാന്റെ കൽപ്പന ഉള്ളത് കൊണ്ട്. എന്തിനാ ഇങ്ങനെ വരിക്ക് നിൽക്കുന്നത്? സ്വഫന്തിനാ ഇങ്ങനെ ഒരു നമ്മൾ വേറെ നിലക്ക് നിന്നൂടെ? പരേഡനൊക്കെ നിൽക്കുന്ന അസംബ്ലിക്ക് നിൽക്കുന്ന പോലെ ബാക്കിൽ എന്താ നിൽക്കാത്ത ഒരാളുകൾ അങ്ങനെയായിട്ട് അതിങ്ങനെ നിൽക്കാൻ പ്രവാചകന് കൽപ്പനയാ. ആ പ്രവാചകനാ പറഞ്ഞത് കാലുകൾ അടുപ്പിച്ചു നിൽക്കണം, നിങ്ങൾ ചുമലുകൾ ചേർത്ത് വെക്കണം. അങ്ങനെ ചേർന്ന് വന്നില്ല എങ്കിൽ ഇന്ന ദോഷങ്ങളുണ്ട്. ഒട്ടനവധി ഹദീസുകൾ വന്നു. പക്ഷേ സലാസുല്ലമി സലാസുല്ലമി അല്ല, വേറെ സുല്ലമിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പേരുകൾ ഞാൻ ചിലത് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. കുഴിപ്പുറ മുഹമ്മദ് സുല്ലമി, അദ്ദേഹം ഒരു ലേഖനം എഴുതി ഷബാബില്. എന്താ ലേഖനം എന്നറിയോ? ഒന്ന് കേട്ടോളും. നവയാഥാസ്ഥികർ വിശ്വാസ രംഗങ്ങളിൽ മായം ചേർത്തതുപോലെ അനുഷ്ഠാന രംഗത്തും മായം ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളാണ് നവയാഥാസ്ഥികർ. ആയിക്കോട്ടെ, അത് പരലോകത്ത് നമുക്ക് തീരുമാനിക്കേണ്ട വേറെ ലോകമാണ്. കാര്യങ്ങളൊക്കെ അള്ളാഹു ആണല്ലോ പരലോകത്ത് കൈകാര്യം ചെയ്യുന്നവൻ. നമ്മൾക്ക് വിശ്വാസ രംഗത്ത് വ്യതിയാനുണ്ട്, കർമ്മരംഗത്തും നമുക്ക് വ്യതിയാനുണ്ട് എന്നാ. എന്താ കാരണം? 2-3 കാര്യങ്ങൾ പറഞ്ഞെടുത്തു. ഒന്ന്, സൊഫ് നിൽക്കുമ്പോൾ വിരലുകൾ ഒപ്പിക്കൽ എന്നിവ അവയിൽ ചിലതാണ്. അത് മറ്റൊന്ന്, സുജൂദിന് എണീക്കുമ്പോൾ മുഷ്ടി ചുരുട്ടൽ, അതേപോലെ വിരലിങ്ങനെ ചലിപ്പിക്കൽ. അതൊക്കെയാണ് വ്യതിയാന കാരണങ്ങൾ. അവസാനം പറഞ്ഞ എന്താണെന്നറിയോ? സൊഫ് നിൽക്കുമ്പോൾ വിരലുകൾ ഒപ്പിക്കൽ എന്നിവ അവയിൽ ചിലതാണ്. ഇത് ഹദീസ് പഠിക്കാത്തോണ്ടുള്ള കുഴപ്പ. വിരലുകൾ ഒപ്പിക്കാൻ ഹദീസിലില്ല, കാലുകൾ ഒപ്പിക്കണമെന്നേ ഉള്ളൂ. മടമ്പ ചേർന്ന് നിൽക്കേണ്ടത്, വിരലുകൾ ഒപ്പിക്കാൻ കഴിയില്ല. കാരണം കാലിന്റെ മടമ്പാണ് വളയാതെ നേരെ നിൽക്കേണ്ടത്, മുൻഭാഗം അല്ല ഒപ്പിക്കേണ്ടത്. അതറിയാത്തതുകൊണ്ടാണ്. പക്ഷെ വിമർശിക്കുമ്പോ എങ്ങനെയും പറയാലോ. ഇനി കേട്ടോളൂ, ഇവിടെ വിഷയം എന്താണെന്നറിയോ? പ്രവാചകൻ പഠിപ്പിച്ച വിഷയത്തെ ബുദ്ധി കൊണ്ട് അളന്ന്, യുക്തി കൊണ്ട് അളന്ന് അതിനെ പരിഹസിക്കുക, അതിനെ ചോദ്യം ചെയ്യുക, അതിനെ കളിയാക്കുക. ഞാൻ വിശദീകരിക്കുന്നില്ല, ഇത് വായിച്ചാൽ തന്നെ വിഷയത്തിന് അപകടം നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശരിക്കും ഈ വിഷയം കേട്ടിട്ട് ആരോടൊപ്പം നമ്മൾ നിൽക്കണം, എങ്ങനെ ജീവിക്കണമെന്ന് ശരിക്കും ആലോചിക്കാൻ ഞാൻ പറഞ്ഞത്. കേട്ടോളൂ, എന്താ പറയുന്നത്? കാൽവിരലുകൾ ഒപ്പിക്കാതെയും ചേർക്കാതെയും നിന്നാൽ അതിനിടയിൽ പിശാച് വന്നു നിൽക്കും എന്നാണ് അത്ര ഇവരുടെ വാദം. അപ്പൊ നമ്മുടെ വാദമാണ് പോലും അത്ര എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് പ്രവാചകൻ ശ്വാസ പഠിപ്പിച്ചത് ഹദീസുകൾ. നിങ്ങൾ സൊഫുകൾ സ്ഥിരപ്പെടുത്തണം, അത് നമസ്കാരത്തിന്റെ പൂർണ്ണതയാണ്. പ്രവാചകൻ മിഹ്റാബിലേക്ക് നിന്നിട്ട് വരിങ്ങനെ നോക്കും, വല്ല ഉന്തോ തള്ളോ ഇറങ്ങി നിൽക്കലുണ്ടെങ്കിൽ ഇറങ്ങി വരും പ്രവാചകൻ മിഹ്റാബിൽ നിന്ന്. എന്നിട്ട് പറയും, ഇബാദല്ലാഹ്, അള്ളാന്റെ അടിമകളെ സൊഫ് ശരിപ്പെടുത്തൂ, നിങ്ങൾ അകന്നു നിന്നാൽ ഹൃദയങ്ങൾ അകന്നു പോകും എന്ന് പറയുന്ന ഹദീസുകൾ. എത്ര ഹദീസ് ആ വിഷയത്തില്. ഇനി കേട്ടോളൂ, അദ്ദേഹം എന്താ പറഞ്ഞത്? അങ്ങനെ പ്രവാചകൻ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട് അത്രേ, പിശാച് അവിടെ കടന്നു വരുമാണെന്ന് അത്ര ഇവരുടെ വാദം. പ്രസ്തുത വാദം ശരിയാണെങ്കിൽ, അപ്പൊ ശരിയല്ല എന്നാണല്ലോ ഉപരവിശ്വാസം, മനസ്സിലായല്ലോ? അത് ശരിയാണെങ്കിൽ, പ്രസ്തുത വാദം ശരിയാണെങ്കിൽ അതിനിടയിൽ മാത്രമല്ല പിശാച് കാലുകൾക്കിടയിലും രണ്ടാളുടെ തലകൾക്കിടയിലും കയറി നിൽക്കില്ലേ? ഒരാളിങ്ങനെ നിന്നാൽ കാലിന്റെ ഇടയിൽ കൂടെ ശൈത്താൻ വരൂലേ? ആരോടാ സുഹൃത്തെ ഈ ചോദ്യം?
ആരോടാണ് ഈ ചോദ്യം? ജിന്നൂരികൾ എന്നൊരു കൂട്ടരെ കുറിച്ച് പറയുമ്പോൾ, ജിന്നിന്റെ ആളുകൾ എന്നൊരു കൂട്ടരെ കുറിച്ച് പറയുമ്പോൾ ആലോചിക്കും. ഇവിടെ ജിന്നും പറഞ്ഞിട്ടില്ല, സിഹറും പറഞ്ഞിട്ടില്ല, പറയാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. അതല്ലാണ്ട് തന്നെ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. നാട്ടുകാർക്കൊരു ധാരണ ഉണ്ട്, ഇവർ ജിന്നേറ്റിങ് നടക്കൊണ്ടാണ് മറ്റൊരു ഇവരെ എതിർക്കുന്നതും, അതേപോലെ ആ ജിന്നുമായി ബന്ധപ്പെട്ട ഹദീസ് അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഇവർ ഹദീസ് നിഷേധികൾ എന്ന് പറയുന്നതെന്നൊരു തെറ്റായ ധാരണ ആളുകൾക്കുണ്ട്. ആ ധാരണ നിങ്ങൾ തിരുത്തിക്കോളി. ഇവിടെ ജിന്നു സീറോ എന്നല്ല പ്രശ്നം. വ്യക്തമായ ഹദീസ് നിഷേധം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ നിഷേധത്തിലേക്ക് ആധുനിക സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്? നമസ്കരിക്കാൻ നിന്നാല് ഒരാളെ രണ്ട് കാലിന്റെ ഇടയിലൂടെയും പിശാച് കടന്നു വരില്ലേ? മാത്രമല്ല, അങ്ങനെ വരുമ്പോൾ നമസ്കരിക്കുന്ന ഓരോ വ്യക്തിയും കാലുകൾക്കിടയിൽ വിടവ് വരുത്താത്ത വിധം അറ്റൻഷനായ നിലയിൽ നിൽക്കേണ്ടി വരും. അപ്പൊ അറ്റൻഷനായി നിൽക്കേണ്ടി വരൂലേ? അടുത്തത്, അതുപോലെ ഒരു സുഫിലെ രണ്ടു പേരുടെ തലകൾ തമ്മിലും ചേർത്തി വെക്കേണ്ടി വരും. കാരണം തലക്കിടയിൽ കൂടി ചെയ്താൻ വരൂലേന്നാ. പ്രവാചകൻ ഇന്ന ഭാഗത്ത് വരും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ചാൽ പോരെ? ഇതിന് അപ്പുറത്തേക്ക് പോകുന്നത് നമ്മള്. ഇനി കേട്ടോളൂ, അവസാനിപ്പിക്കുന്നില്ല. തലകൾ ചേർത്തു വെച്ചാലും കഴുത്തുകൾ ചേർത്തു വെക്കാൻ സാധിക്കാത്തതിനാൽ ആ വിടവിലും പിശാച് വന്നു നിൽക്കാൻ സാധ്യതയുണ്ട്. വിരലുകൾ ഒപ്പിച്ച് സ്വഫ് നിൽക്കാൻ അല്ലാഹുവിന്റെ റസൂൽ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്രകാരം സ്വഫ് നിന്നാൽ പാമ്പ് ചലിക്കുന്നത് പോലെയുണ്ടാകും സ്വഫ്. ചെറിയ പാദമുള്ള വ്യക്തി നിൽക്കുന്നത് വലിയ പാദമുള്ള വ്യക്തിയോടൊപ്പമാണെങ്കിലും അല്പം കയറി നിൽക്കേണ്ടിയും വരും. ഇനി വലതുഭാഗം നിൽക്കുന്നത് ചെറിയ പാദമുള്ള വ്യക്തിയാണെങ്കിൽ വലിയ പാദമുള്ള വ്യക്തി പാദം സ്വഫിൽ നിന്ന് അല്പം താഴോട്ട് പിന്തിപ്പിക്കേണ്ടി വരും. ഈ പറഞ്ഞ വിധം സ്വഫ് നിൽക്കുക എന്നത് വ്യഭിചര്യയോ പ്രായോഗികമോ അല്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അബദ്ധ. വിരലൊപ്പം വെക്കാനല്ല പറഞ്ഞത്, മടമ്പ് ചേർത്തിട്ടാണ് നിൽക്കേണ്ടത്.